ആദ്യമായാണ് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കാനുള്ള അത്തപ്പൂക്കള മത്സരത്തിൽ മാധ്യമ വിഭാഗത്തെയും ഉൾപ്പെടുത്തുന്നത്. ദൃശ്യമാധ്യമത്തിൽ നിന്നും പത്രങ്ങളിൽ നിന്നുമായി ആകെ 14 സ്ഥാപനങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് പി. വി. കൃഷ്ണൻ, ആർക്കിടെക്ട് ശങ്കർ, ഡോക്ടർ ആറന്മുള ഹരിഹരപുത്രൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. വിജയികളെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു. പ്രസ് ക്ലബിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് ഒന്നിതും ഒന്ന് ഏഷ്യാനെറ്റിൻ്റെതും ദേശാഭിമാനിയും. അപ്പോൾ ഇതിനകത്ത് വ്യക്തമാക്കേണ്ടത് ഞങ്ങളുടെ കഴിവല്ല. ഇത്രയും പൂക്കളങ്ങളിൽ നിന്ന് ഒരു ഒന്നാമനെയോ രണ്ടാമനെയോ അഞ്ചാമനെയോ കണ്ടെത്തുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും മനോഹരമായ പൂക്കളങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിന് ജഡ്ജസിന് വിജയം അവർ ഉറപ്പുവരുത്തി. അവരാണ് ശരിക്കും ഈ പൂക്കള മത്സരത്തിലെ ഒന്നാം വിജയികൾ. മാധ്യമപ്രവർത്തകർ ഇത്രയും നല്ല കലാകാരന്മാര് മറ്റൊരുപാട് കഴിവുകളുണ്ടെന്നറിയാം, പക്ഷെ ഇത്രയും നല്ല കലാകാരന്മാരുണ്ട് എന്നുള്ള ഏറെ സന്തോഷം നൽകും. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ അത്തപ്പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അമൃത ടിവിക്ക് എല്ലാവിധമായ ആശംസകളും ഓണാശംസകളും. അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായി നമുക്ക് പൂക്കള മത്സരം നടത്താൻ സഹായകരമായി തീരട്ടെ എന്ന് വിജയികളെ അഭിനന്ദിക്കുന്നു. സാധാരണ എല്ലാം വിമർശനാത്മകമായിട്ട് കാണുന്ന പത്രക്കാർ ഇവിടെ വന്ന് എല്ലാവരും കീഴടക്കി. 5 അടി വിസ്തീർണത്തിൽ കവിയാതെ അത്തപ്പൂക്കളം ഒരുക്കണമെന്ന നിബന്ധന കൃത്യമായി പാലിക്കുകയും ജമന്തിയുടെ വെള്ള, ഓറഞ്ച്, മഞ്ഞ, നീല വകഭേദങ്ങളും വാടാമല്ലിയും റോസാദളങ്ങളും കാറ്റാടിയിലെയും നടുവിൽ താമരപ്പൂവുമായി അഴവിളകിൽ ഒത്ത ഭംഗി പുലർത്തിയും അമൃത ടിവിയിലെ ഗ്രാഫിക്സ് വിഭാഗമാണ് മനോഹരമായ അത്തപ്പൂക്കളം തീർത്തത്. നിറപറയും നിലവിളക്കും തൃക്കാക്കരയപ്പനും ഓലക്കുടയും ഓണത്തിന്റെ വരവറിയിച്ചു. ഒന്നാം സമ്മാനം നേടുന്ന ടീമിനുള്ള പാരിതോഷികമായ 25,000 രൂപയ്ക്ക് പുറമെ സുരേഷ് ഗോപി 10,000 രൂപ കൂടി പ്രതിഫലം പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.